ഹായ് ഫ്രണ്ട്സ്, സാരി ഫോൾ ഉണ്ടാക്കാൻ ഞാനിവിടെ ചുരിദാറിൻ്റെ ബാക്കി വന്ന തുണി, ലൈനിങ് തുണി, പഴയ കോടിമുണ്ടിൻ്റെ പീസ്, ഫ്രോക്കിൻ്റെ തുണി, ലൈനിങ് പീസ്, ചുരിദാറിൻ്റെ കട്ടി കുറഞ്ഞ തുണി, പിന്നെ ഒരു ലൈനിങ് പീസുമാണ് എടുത്തിരിക്കുന്നത്. ഒരു സാധാരണ ഫോളിൻ്റെ വീതി 4.25 മുതൽ 5 ഇഞ്ചും നീളം 2.25 മീറ്ററുമാണ്. ഇതിൽ നിന്ന് ഒരു ലൈനിങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി അയൺ ചെയ്ത് 5.5 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുക. വെട്ടിയെടുക്കുക. നീളം കുറഞ്ഞ തുണിയായതുകൊണ്ട് എനിക്ക് 2 പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് 1/10 2 പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും വെള്ളയോ സെയിം കളർ നൂലോ ഉപയോഗിച്ച് 2 അരികും തീരെ ചെറുതായി മടക്കി തയ്ക്കുക. ലോങ് സ്റ്റിച്ചാണ് നല്ലത്. കണ്ടോ, മെഷറിംഗ് ടേപ്പിൽ ഇത്രയും വീതി മതി. ജോയിൻ ചെയ്ത ഭാഗത്തെ തയ്യൽ തുമ്പ് രണ്ടും 2 വശത്തേക്കും വെച്ച് തയ്ച്ചാൽ കൂടുതൽ നല്ലതാണ്. ഇതുപോലെ ബാലൻസ് വന്ന തുണി കൊണ്ട് വീട്ടിൽ സാരി ഫോൾ തയ്ക്കുന്നവർ മറക്കാതെ കമൻറ്റ് ചെയ്യണേ. ഈ സാരിയുടെ അരികിലെ കളർ വേറെയാണെങ്കിലും ബോഡി കളർ നോക്കിയാണ് നമ്മൾ ഫോളിന് തുണിയെടുക്കേണ്ടത്. ഞാനൊരു കോടിമുണ്ടിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് ഫോൾ തയ്ച്ച് ഈ സാരിക്ക് പിടിപ്പിക്കാം. 7 ഇഞ്ചോ അതിൽ കൂടുതലോ വീതിയുള്ള ജെറി കസവ് സാരികൾക്ക് 7.5 ഇഞ്ച് വീതിയിൽ തുണി മുറിച്ച് തയ്ക്കുക. ഫോൾ ഉണ്ടാക്കാൻ അധികം വെയിറ്റില്ലാത്ത ഒറ്റ കളർ തുണിയാണ് നല്ലത്. വർക്ക് ചെയ്ത സാരിയിൽ ഫോൾ പിടിപ്പിച്ചാൽ ബീഡ് വർക്കും എംബ്രോയ്ഡറിയും ലാസ്റ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.